രണ്ടുപേരും എങ്ങോട്ടാ മോളെ? അലം വന്നിട്ട് അധികം പുറത്തോട്ടൊന്നും പോയിട്ടില്ലല്ലോ, അപ്പോൾ ഒന്ന് കൊടൈക്കനാൽ മൊത്തം ചുറ്റിക്കാണിക്കാന്ന് വിചാരിച്ചു. അതിന് നിനക്ക് ഇവിടുത്തെ വഴികളൊന്നും ശരിക്കറിയില്ലല്ലോ. അങ്ങനത്തെ നീയാണോ നാട് ചുറ്റി കാണിക്കാൻ പോകുന്നത്? ഒരു കാര്യം ചെയ്യും, നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ കൂടെ വരാം. ക്രിസ്, അത് വേണമെന്നില്ല. നിൽക്ക്, 5 minutes, ഞാൻ ഇപ്പോൾ വരാം, വേഗം വരാം. അഞ്ച് മിനിറ്റ് എന്നും പറഞ്ഞു പോയിട്ട് അവനെ കാണുന്നില്ലല്ലോ. ഞാനെന്തായാലും എൻ്റെ ഡ്രൈവറെ വിളിക്കാം. കേറിക്കോ, ഇതാണ് നമ്മൾ പോകുന്ന വണ്ടി. നമ്മൾ 3 പേർക്ക് പോകാൻ ഈ വണ്ടിയുടെ ആവശ്യമുണ്ടോ? അതിന് നമ്മൾ 3 പേരല്ലല്ലോ പോകുന്നത്. നീ എന്താ മോനെ അലനെ കരുതിയത്? നിങ്ങളെ രണ്ടാളെയും ഞാൻ ഒരുമിച്ച് പോകാൻ സമ്മതിക്കുന്നു. നടന്നത് തന്നെ. റോയ്സ്, വാ, നമുക്ക് പുറകിലിരിക്കാം. മോളെ ആകാംക്ഷ, നീയും ഞങ്ങളുടെ കൂടെ പുറകിലിരുന്നു. എല്ലാ നീ ഇവിടെ എസ്തറിന്റെ കൂടെ ഇരുന്ന ആരാ കാർ ഓടിക്കുന്നത്? നിനക്ക് ഇവിടുത്തെ റോഡൊന്നും പരിചയമില്ലല്ലോ, അതുകൊണ്ട് നീ ഓടിക്കണ്ട, ഡ്രൈവർ ഓടിച്ചോളൂ. നീ ഫ്രണ്ടിലേക്ക് കയറിയിരിക്കും. നിനക്കല്ലേ കൊടൈക്കനാൽ കാണേണ്ടത്. ഫ്രണ്ടിലിരുന്നാൽ നല്ല വ്യൂ കിട്ടും. റെജിന, നീ എസ്തറിൻ്റെ അടുത്ത് കയറിക്കും. ഇവര് രണ്ടിൻ്റെ ഇടയ്ക്ക് എനിക്ക് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ. ഡ്രൈവർ, വണ്ടി എടുക്ക്. ചെറുപ്പത്തിൽ ഞാൻ എപ്പോഴും വരുന്ന സ്ഥലമായത്. ക്രിസ് എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? കുഞ്ഞിലെ ഞാനും അവനെ എപ്പോഴും വന്നിരിക്കാറുള്ള സ്ഥലമായത്. ഇവിടെ മൊത്തം ഞങ്ങളുടെ പണ്ടത്തെ ഓർമ്മകളാ. ആഹാ, ഇതൊക്കെ നീ എപ്പോൾ റെഡിയാക്കി? ഇതൊക്കെ എനിക്ക് വളരെ ഈസി അല്ലേ. ഞാൻ റെഡിയാക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടെ റെഡിയാക്കാൻ ഞാൻ ആളെ ഏർപ്പാടാക്കി. എക്സ്ക്യൂസ് മീ, ഒരു ബിസിനസ് കോളാണ്. ഐ ഹാവ് ടു അറ്റൻഡ് ഇറ്റ്. ഇവിടെ ഇങ്ങനെ ഇരിക്കാതെ നമുക്ക് പുഴയിലേക്കൊക്കെ ഇറങ്ങാം. വാ 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 വാ. ഇവിടെ നമ്മൾ 2 പേരും മാത്രമല്ലേ ഉള്ളൂ. നിൻ്റെ ബോയ് ഫ്രണ്ട് നിന്നെ ഇവിടെ തനിച്ചാക്കി അവിടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഗേൾ ഫ്രണ്ട് ആകട്ടെ എന്നെ ഇവിടെ തനിച്ചാക്കി അവിടെ അവരുടെ കൂടെ കളിക്കുന്നു. എന്തായാലും ഇവിടെ ആരുമില്ലാത്ത സ്ഥിതിക്ക് നമുക്കും നമ്മുടെ പണിയെടുത്താലോ? നമ്മുടെ പണിയോ? എന്ത് പണി? ഞാൻ പാട്ട് എഴുതുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ ബാൻഡിൻ്റെ കംബാക്ക് ഒക്കെ അനൗൺസ് ചെയ്തതല്ലേ, അതിനുശേഷം വെറുതെ ഇരിക്കില്ലേ. ഏതായാലും ഇവിടെ ആരും നമ്മുടെ അടുത്തില്ല. ആ സ്ഥിതിക്ക് നമുക്ക് പാട്ട് എഴുതാമല്ലോ എന്ന് കരുതി ചോദിച്ചതാ. നിൻ്റെ ഭാവം കണ്ടെത്തുന്നു. ഞാൻ വേറെന്തോ ചെയ്യാനാണ് പറഞ്ഞതെന്ന്.
നീ എന്താ ഉദ്ദേശിച്ചത്? ആ, ക്രിസ് പറഞ്ഞതുപോലെ ചെയ്യാം. അവരെ തിരിച്ചു വിടുന്നതിന് മുമ്പ് നമുക്ക് എഴുതാം. എന്തിനെ പറ്റി എഴുതണമെന്ന് വല്ലതും തീരുമാനിച്ചിട്ടുണ്ടോ? വല്ല ടൈറ്റിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ പറ. I missed you. എസ്തർ, നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ കണ്ടുവച്ച പേരാ വന്നത്. നമ്മൾ ഒരു ബ്രേക്കിന് ശേഷമല്ല വീണ്ടും ഒരു ആൽബം റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കാലം നമ്മൾ വെയിറ്റ് ചെയ്ത ഫാൻസിന് വേണ്ടിയാകാം ഈ സോങ് എന്ന് എനിക്ക് തോന്നി. ഈ പാട്ടിലൂടെ നമ്മൾ അവരെ എത്രമാത്രം മിസ് ചെയ്തു എന്നത് എക്സ്പ്രസ് ചെയ്യണം. നമ്മൾ മിസ് ചെയ്തു എന്നല്ലേ എഴുതേണ്ടത്? അപ്പോൾ ഐ പറ്റില്ലല്ലോ. നമ്മുടെ ബാൻഡിലെ എല്ലാവരും ഫാൻസിനെ മിസ് ചെയ്തിട്ടുണ്ട്. സോ ടൈറ്റിൽ വി മിസ് ചെയ്യുന്നാക്കാം. ആ, അത് ശരിയാ, അങ്ങനെയാക്കാം. അല്ല, അവരെവിടെ എന്താ ചെയ്യുന്നത്? അവര് ഓഫീസിൽ എന്തെങ്കിലും കാര്യം സംസാരിക്കുമായിരിക്കും. എന്തായാലും വേണ്ടില്ല, നമ്മൾ തൽക്കാലം അവരെ ശല്യപ്പെടുത്തണ്ട. ദേ അലം വരുന്നു. ആകാശ്, എന്തായി കാണിക്കുന്നത്? വഴിന്ന് മാറി. നീയും ക്രിസും നല്ല സന്തോഷത്തിലാണല്ലോ. അമ്മയെയും മോനെയും ഒരുമിപ്പിച്ചതിലൂടെ നിങ്ങൾക്കും ഒരുമിക്കാനുള്ളൊരു വഴി ഉണ്ടാക്കിയതാണ് നീ. നിങ്ങൾ അധികം സന്തോഷിക്കണ്ട. ഈ സന്തോഷം അത്ര കാലം നീണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും മുഖത്തെ ചിരി ഞാൻ ഇല്ലാതാക്കി കാണിച്ചു തരാം. നീ എവിടെ നോക്കിയാ നടക്കുന്നത്? ഇങ്ങനെ വടി പോലെ നിൽക്കുന്ന എന്നെ നീ കണ്ടില്ലേ? എന്താ ടീസ്റ്റർ, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? നീ എന്താ ആലോചിച്ചുകൊണ്ട് വന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് പറ. ഹേയ്, ഒന്നുമില്ല ക്രിസ്. ഒന്നുമില്ലേ? ശരിക്കും? ആ, ശരിക്കും ഒന്നുമില്ല. എന്നാ ഓക്കെ. നാളെ തൊട്ട് നമ്മുടെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയാലോ. ഓഫീസ് അവേഴ്സ് കഴിഞ്ഞ് നൈറ്റാണ് പ്രാക്ടീസ്. നീ മൊണാർക്കിൻ്റെ ഡ്രസ്സ് ഒരു ബാഗിലാക്കി എൻ്റെ കാറിൽ വെച്ചോ, നിനക്ക് ചേഞ്ച് ചെയ്യാൻ. ഓക്കെ. എസ്തറിന് എന്തോ പ്രശ്നമുള്ളതുപോലെ. ഇനി എനിക്ക് വെറുതെ തോന്നുന്നതായിരിക്കുമോ? ആകാനാണ് ചാൻസ്.
அவளுக்கு கொடுத்த இதயத்திலே உன்னை வைத்து பார்க்க தயங்குகிறேன். ஆனால் அன்பே, ஆனால் அன்பே, அவள் விட்டு பறந்த உலகத்திலே உன்னோடு பறக்க முயலுகிறேன். என் வானிலே ஒரு முகிலாய் நீ தோன்றினாய், மெதுவாக நீ வானமாய் விரிந்தாயடி என் நெஞ்சிலே. என் பூமியில் ஒரு செடியாய் பூ நீட்டினாய், மெதுவாக நீ காடென படர்ந்தாயடி என் நெஞ்சிலே. உன்னாலே விழியோடும் சிரிக்கின்றேன் மீண்டும் இன்று உன்னாலே என மீண்டும் பிறந்தேன் பெண்ணே. இருளோடு நேற்றை நான் தேடினேன், எதிர்கால தீபம் காட்டினாய். ஆனால் அன்பே, ஆனால் அன்பே, அவளுக்கு கொடுத்த இதயத்திலே உன்னை வைத்து பார்க்க, உன்னை வைத்து பார்க்க. ഇത്രയും ദിവസത്തെ ട്രിപ്പ് കാരണം വല്ല ഗുണവും ഉണ്ടായോ? നിങ്ങൾ തമ്മിൽ വല്ല പ്രോഗ്രസും? എവിടുന്ന്? അലീഷ കൂടെ തന്നെയല്ലേ, എന്ത് പ്രോഗ്രസ് ഉണ്ടാവാനാ? ബെസ്റ്റ്. അപ്പോ ഇത്രയും ദിവസത്തെ യാത്രയും വേസ്റ്റ് ആയി എന്നർത്ഥം. അല്ല, നിങ്ങൾ നാളെ എപ്പോഴാ തിരിച്ചെത്തുന്നത്? ഞങ്ങള് വൈകുന്നേരം ആകുമ്പോഴേക്കും അങ്ങെത്തും. എന്തെറ്റി? അല്ല, നാളെ ഞാനും വരുന്നുണ്ടേ. അതെന്താ? ഇവരിവിടെ സോങ്സ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ പിന്നെ മ്യൂസിക് വീഡിയോ ഷൂട്ട് ചെയ്യണല്ലോ, അതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കുന്നതിനെ പറ്റി ചിന്തിക്കണം. കാലിഫോർണിയയിൽ വെച്ച് ഷൂട്ട് ചെയ്യാന്നാ ഞാൻ കരുതുന്നത്. പിന്നെ മ്യൂസിക് വീഡിയോ ഡയറക്റ്റ് ചെയ്യാനുള്ള 1-2 ആൾക്കാരെയും ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അവരായിട്ടുള്ള മീറ്റിംഗ് നടത്താനുണ്ട്. അപ്പൊ പിന്നെ ഇനിയും അതൊന്നും ലേറ്റ് ആക്കണ്ടെന്ന് കരുതി. സോങ്സ് ഒക്കെ ഇത്ര പെട്ടെന്ന് റെഡിയായോ? ക്രിസ് ഈ ബ്രേക്കിന്റെ ഇടയ്ക്ക് ഒരുപാട് സോങ്സ് ഒക്കെ എഴുതുകയും കമ്പോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ അവരതിൽ നിന്ന് 4-5 സോങ്സ് സെലക്ട് ചെയ്തു. പിന്നെ മെയിൻ സോങ് ക്രിസും മൊണാർക്കും കൂടെ ഇവിടെ നിന്ന് ശരിയാക്കിയതാ. ഓ ആണല്ലേ, എങ്കിൽ അലൻ നീ വെച്ചോ, എനിക്ക് കുറച്ച് പാക്കിങ് ബാക്കിയുണ്ട്. ആടാ നടക്കട്ടെ. ഗുഡ് നൈറ്റ്. ഇന്ന് തന്നെ പോണോ? പിന്നെ ഞാൻ നിന്നെ കാണാൻ വേണ്ടിട്ടല്ലേ കുറച്ച് ദിവസം ഇവിടെ നിന്നത്. എനിക്കിവിടെ എന്തോരം ജോലി ബാക്കി കിടപ്പുണ്ട്. പോണ്ടായിരുന്നു. ഞാൻ പോയിട്ട് വേഗം ജോലി തീർത്തിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. I will miss you more. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ പോയി ബാഗ് എടുത്തിട്ട് വരാം. ഹേയ് അന്ന. അതാരാ? ലൂയിസ്. വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. നിന്നെ
ഇവിടെ വെച്ച് കാണുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആൻഡ് യു ലുക്ക് ബ്യൂട്ടിഫുൾ. നീ പണ്ടത്തതിനേക്കാൾ ഒന്ന് കൊഴുത്തിട്ടുണ്ട്. പക്ഷേ അത് രുചിക്കാൻ എനിക്കിപ്പോൾ യോഗമില്ല. ഞാൻ അറിഞ്ഞു നീ രണ്ടാമത് കെട്ടിയ കാര്യമൊക്കെ. ഹൗ ഈസ് ഹി? നിന്നെ എന്നെക്കാൾ നന്നായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ അവന് പറ്റുന്നുണ്ടോ? ലൂയിസ്, പറയുന്നത് സൂക്ഷിച്ചു വേണം. കേട്ട് നിൽക്കുന്ന കൂട്ടത്തിൽ ഒരു കൊച്ചുകൂടി ഉണ്ടെന്ന് കാണുന്നില്ലേ? ഓ, ഹൂ ഈസ് ഷീ? ഇതാണോ നമ്മുടെ മോൾ? ഹേ സ്വീറ്റ് ഹാർട്ട്, ഡു യു നോ മീ? ഞാനാ നിന്റെ പപ്പ. എനിക്കൊരു പപ്പയേ ഉള്ളൂ. And here he comes. അലീഷ്യ, വാ നമുക്ക് പോകാം. വാ ജയ്. അന്ന, നീ അലീഷയും കൊണ്ട് കാറിനടുത്തേക്ക് ചെല്ല്. ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. ആൽബി. ഹേയ് മാൻ, നേരത്തെ എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും അന്ന നിന്നെ പിടിച്ചുകൊണ്ടില്ലേ? By the way, how is your life, man? I know it must be beautiful because you have Anna with you. Anna. എന്തൊരു പെണ്ണാവള്. അവളെ ആദ്യമായിട്ട് മൊത്തത്തിൽ അടുത്തറിഞ്ഞത് ഞാനായതുകൊണ്ട് പറയാം. അവളുടെ ബോഡി ഫിഗർ എൻ്റെ ഇപ്പോഴത്തെ ഭാര്യയ്ക്ക് പോലും കിട്ടിയിട്ടില്ല. ആ ബോഡി ഫിഗർ കണ്ടിട്ടായിരിക്കുമല്ലോ നീ എൻ്റെ വിഴുപ്പ് ചുമക്കാൻ റെഡിയായത്. നായെ, നീ കുറെ നേരമായല്ലോ കിടന്ന് കുരക്കാൻ തുടങ്ങിയിട്ട്. നീ എന്താ കരുതിയത്? നിന്റെ ഈ കൊണയടി കേൾക്കാനാണ് ഞാൻ തിരിച്ചു വന്നതെന്നോ? നീ അന്നയോട് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. അതൊക്കെ കേട്ടിട്ട് നിനക്കൊന്നും തരാതെ ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു ഭർത്താവെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഇപ്പൊ തന്നത് നീ അവളോട് പറഞ്ഞതിനുള്ളത്. ഇത് നീ ഇപ്പോ എന്നോട് പറഞ്ഞതിനുള്ളത്. നിനക്ക് അവൾ എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ നീ പറഞ്ഞതുപോലെയൊന്നുമല്ല എനിക്കവൾ. അന്നയും അലീഷയും എൻ്റെ ലോകമാണ്. അവർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്തും. അതുകൊണ്ട് ഇനി നിന്റെ നിഴൽവട്ടം പോലും അവരുടെ രണ്ടുപേരുടെയും മേൽ വീഴാൻ പാടില്ല. അങ്ങനെ വീണ ഈ ജയ് ആരാണെന്ന് നീ ശരിക്കും അറിയും. കേട്ടോടാ ആൽബി ലൂയിസെ.